സകലത്തിൻ്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 19. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാ ഭാഗം രാജാക്കന്മാർ 1-ാം പുസ്തകം 14-ാം അധ്യായം. രാജാക്കന്മാർ 1-ാം പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ആ കാലത്ത് യൊരോബെയാമിന്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി. യൊരോബെയാം തന്റെ ഭാര്യയോട്, നീ യൊരോബെയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം. ഈ ജനത്തിന് ഞാൻ രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെയുണ്ടല്ലോ. നിന്റെ കയ്യിൽ 10 അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. കുട്ടിയുടെ കാര്യം എന്താകും എന്ന് അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. യൊരോബെയാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു. അവൾ പുറപ്പെട്ട് ശീലോവിൽ അഹിയാവിന്റെ വീട്ടിൽ ചെന്നു. എന്നാൽ അഹിയാവിന് വാർദ്ധക്യ നിമിത്തം കണ്ണ് മങ്ങിയിരുന്നത് കൊണ്ട് കാണുവാൻ വഹിയാതെയിരുന്നു. എന്നാൽ യഹോവ അഹിയാവോട്, യൊരോബെയാമിന്റെ ഭാര്യ തന്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു. അവൻ ദീനമായി കിടക്കുന്നു. നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം. അവൾ അകത്തു വരുമ്പോൾ അന്യസ്ത്രീയുടെ ഭാവം നടിക്കും എന്ന് അരുളി ചെയ്തു. അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞതെന്തെന്നാൽ, യൊരോബെയാമിന്റെ ഭാര്യയെ അകത്ത് വരിക, നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. നീ ചെന്ന് യൊരോബെയാമിനോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി രാജത്വം ദാവീദ് ഗൃഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു. എങ്കിലും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എന്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി നിന്റെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു. അതുകൊണ്ട് ഇതാ ഞാൻ യൊരോബെയാമിന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തി യൊരോബെയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഇസ്രായേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരിക്കളയുന്നത് പോലെ യൊരോബെയാമിന്റെ ഗൃഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും. യൊരോബെയാമിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചുപോകും. ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും. യൊരോബെയാമിന്റെ ഗൃഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യൊരോബെയാമിന്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. യഹോവ തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. അവൻ അന്ന് യൊരോബെയാമിന്റെ ഗൃഹത്തെ ഛേദിച്ചു കളയും. എന്നാൽ ഇപ്പോൾ തന്നെ എന്ത്? ഇസ്രായേൽ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഓടവെള്ളത്തിൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്ത് നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യൊരോബെയാമിന്റെ പാപം നിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ചു കളയും. എന്നാറെ യൊരോബെയാമിന്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് തിർസായിൽ വന്നു. അവൾ അരമനയുടെ ഉമ്മറപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചു. യഹോവ തന്റെ ദാസനായ അഹിയാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു. ഇസ്രായേൽ ഒക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു. യൊരോബെയാം യുദ്ധം ചെയ്തതും രാജ്യം മാണതുമായ അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരോബെയാം വാണകാലം 22 സംവത്സരം ആയിരുന്നു. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ നാദാബ് അവന് പകരം രാജാവായി. ശലോമോന്റെ മകനായ രഹബെയാം യഹൂദായിൽ വാണു. രഹബെയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 41 വയസ്സായിരുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അമ്മോനിസ്രയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിപ്പിച്ചു. എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ച മരത്തിന് കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി. പുരുഷ മൈദനക്കാരും ദേശത്തുണ്ടായിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു.
എന്നാൽ രഹബയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രൈം രാജാവായ ശീശക് യെരുശലേമിന്റെ നേരെ വന്നു. യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു. അവൻ ആ സകലം കവർന്നു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി. ഇവയ്ക്ക് പകരം രഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും. രഹബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. രഹബയാമിനും യൊരോബയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അമ്മോനി സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. അവന്റെ മകനായ അബിയാം അവന് പകരം രാജാവായി. ഇന്ന് നമ്മൾ വായിക്കുന്ന 2-ാമത്തെ വായനാ ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അകമ്പടി നായകനായ നെബൂസറഥാൻ യിരെമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട്: ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യെരുശലേമിലെയും യഹൂദായിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ യിരെമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്: നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തു. അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവന്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്ക, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അകമ്പടി നായകൻ വഴിച്ചെലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്രയച്ചു. അങ്ങനെ യിരെമ്യാവ് മിസ്പായിൽ അഹീക്കാമിന്റെ മകനായ ഗെദല്യാവിന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു. ബാബേൽ രാജാവ് അഹീക്കാമിന്റെ മകനായ ഗെദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചുവെന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്നു. നെഥന്യാവിന്റെ മകനായ ഇസ്മായേൽ, കാരേഹിന്റെ പുത്രന്മാരായ യോഹന്നാനും യോനാഥാനും, തൻഹൂമേത്തിന്റെ പുത്രനായ സെരയാവും, നെട്ടോഫാത്തിനായ ഏഫായുടെ പുത്രന്മാർ മഹക്കാത്തിന്റെ മകനായ യെസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ. ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് പറഞ്ഞതെന്നാൽ: നിങ്ങൾ കൽദേരെ സേവിച്ച് ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദേർക്ക് ഉത്തരവാദിയായി മിസ്പായിൽ വസിക്കും. നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവിൻ. അങ്ങനെ തന്നെ മോവാബിലും അമോന്യരുടെ ഇടയിലും ഏദോമിലും മറ്റ് ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദ ദേശത്ത് ഗെദല്യാവിന്റെ അടുക്കൽ മിസ്പായിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. എന്നാൽ കാരേഹിന്റെ മകനായ യോഹാനാനും നാട്ടിൻ പുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പായിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്ന് അവനോട്: നിന്നെ കൊന്നുകളയേണ്ടതിന് അമോന്യരുടെ രാജാവായ ബാലീസ് നെഥന്യാവിന്റെ മകനായ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അഹീക്കാമിന്റെ മകനായ ഗെദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. പിന്നെ കാരേഹിന്റെ മകനായ യോഹാനാൻ മിസ്പായിൽ വെച്ച് ഗെദല്യാവോട് രഹസ്യമായി സംസാരിച്ചു: ഞാൻ ചെന്ന് ആരും അറിയാതെ നെഥന്യാവിന്റെ മകനായ ഇസ്മായിലിനെ കൊന്നുകളയട്ടെ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദായിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവ്
കാരേഹിന്റെ മകൻ യോഹാനാനോട്, നീ ഈ കാര്യം ചെയ്യരുത്, നീ ഇസ്മായിലിനെ കുറിച്ച് ഭോഷ്ക് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ. 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ചു കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അവൻ ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, തൈലത്തിന്റെ ഈ വെറും ചെലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെയുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ പന്തിരുവരിൽ ഒരുത്തനായി ഇസ്കരോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച്, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരോടും കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ, എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ച് ഓരോരുത്തൻ, ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട്, 12 ഒരുവൻ, എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇത് എന്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. അവർ ഗെത്സമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ്, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ?
ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നാറെ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. അവർ അവനോട് എന്തുത്തരം പറയണം എന്ന് അറിഞ്ഞില്ല. അവൻ മൂന്നാമത് വന്ന് അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ. മതി, നാഴിക വന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോക. ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു. അവനെ പിടിച്ച് സൂക്ഷ്മതയോട് കൊണ്ടുപോകുവിനെന്ന് അവർക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ വന്ന് ഉടനെ അടുത്തു ചെന്ന് റബ്ബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അവർ അവന്റെ മേൽ കൈവച്ച് അവനെ പിടിച്ചു. അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തു. യേശു അവരോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെയിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. അവന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്ന് കൂടിയിരുന്നു. പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ച് ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ചു, കണ്ടില്ലതാനും. അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ, ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണി അല്ലാത്ത മറ്റൊന്നു പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പുകയും അവന്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്ക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. സേവകർ അവനെ അടിച്ചുകൊണ്ട് കൈയേറ്റു. പത്രോസ് താഴെ നടുപറ്റത്തിരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യക്കാരത്തികളിൽ ഒരുത്തി വന്ന് പത്രോസ് തീ കായുന്നത് കണ്ട് അവനെ നോക്കി, നീയും ആ നസറയനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. നീ പറയുന്നത് തിരിയുന്നില്ല, ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളിപ്പറഞ്ഞു. പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കോഴി കൂകി. ആ ബാല്യക്കാരത്തി അവനെ പിന്നെയും കണ്ടു. സമീപത്ത് നിൽക്കുന്നവരോട്, ഇവൻ ആ കൂട്ടത്തിലുള്ളവൻ തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട്, നീ ആ കൂട്ടരിൽ ഉള്ളവൻ സത്യം, ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയിടുവാൻ തുടങ്ങി. ഉടനെ കോഴി രണ്ടാമതും കൂകി. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.